ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഫിറ്റ് കെയർ വീഡിയോ ആണ് കാണുന്നത് കേട്ടോ. അതായത് നമ്മുടെ ഉപ്പൂറ്റി വിണ്ട് കീറൽ മാറാനായിട്ട് ഉപ്പൂറ്റിൻ്റെ ആ ഒരു സൈഡിൽ കൂടെ ഉണ്ടാവണ ഉപ്പൂറ്റി തന്നെ ഈ ഒരു ചുളിവൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ടും പിന്നെ നമ്മൾ കാലൊക്കെ ഒന്ന് ക്ലീൻ ആക്കി അല്ലെങ്കിൽ സോഫ്റ്റ് ആക്കി എടുക്കാനുള്ള കുറച്ച് സാധനങ്ങളാണ്. ഞാൻ ആദ്യം യൂസ് ചെയ്യുന്നത് ഒരു ഫുഡ് സ്ക്രബാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഒരു എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഫുഡ് സ്ക്രബാണ്. പിമിസ് ആൻഡ് സീ സാൾട്ടാണ് വരുന്നത് കേട്ടോ. വേറെയും കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ വരുന്നുണ്ട്. അത് കുറച്ചെടുത്തിട്ട് നമ്മൾ കാലിൻ്റെ എന്താ പറയുക മേലെയായിട്ടും അതേപോലെ തന്നെ അടിയിലും സൈഡും നമ്മുടെ ഉപ്പൂറ്റീൻ്റെ വശങ്ങളിലൊക്കെ നന്നായിട്ട് സർക്കുലർ മോഷനിൽ ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിനുശേഷം ഒരു 5 മിനിറ്റൊക്കെ ചെയ്തോളൂ നമുക്ക് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യാവുന്നതാണ്. ഇത് നമ്മുടെ ആ ഒരു സ്കിൻ ഉണ്ടാകുന്ന ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ചെയ്യാനായിട്ടും ഇത് 2-3 പ്രാവശ്യമൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ഒരു ടാനിൻ്റെ ഒക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമ്മൾ കാലിലും സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. റേറ്റ് കൂടുതലാണ്, പക്ഷേ ബോഡി സൺസ്ക്രീൻ വരുന്നുണ്ട്. അതാകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ക്വാണ്ടിറ്റിയിൽ സാധനം കിട്ടും. അപ്പോൾ കുഴപ്പമില്ല കേട്ടോ. അല്ലാണ്ട് നമ്മൾ ഫേസിൽ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ വേണമെന്നില്ല. പിന്നെ അടുത്ത് യൂസ് ചെയ്യുന്നത് ഈ ഒരു റോൾ ഓൺ ആണ് കേട്ടോ. അതെനിക്ക് ഭയങ്കര കുറച്ചും കൂടെ നന്നായിട്ട് തോന്നി. ഈ ക്രീം എടുത്തിട്ട് കയ്യിലിട്ടിട്ട് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുന്നതിനെക്കാട്ടും ഇതൊക്കെ ഭയങ്കര ഈസിയാണ്. നമ്മൾ അണ്ടർ ആം റോൾ ഓൺ യൂസ് ചെയ്യില്ലേ, അതേപോലത്തെ ഒരു സംഭവമാണിത്. ഇതിട്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. അതുകൊണ്ട് ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. ഇപ്പോൾ കാണിക്കണേൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ നമ്മൾ സ്ക്രബ്ബ് വേറെ തന്നെ ചെയ്യണം. പിന്നെ ഇനി കാണിക്കുന്ന പ്രൊഡക്റ്റിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കാലൊക്കെ സ്ക്രബ്ബ് ചെയ്തതിന് ശേഷം നന്നായിട്ട് കഴുകിയിട്ടാണ് ഇത് കിടക്കുന്നതിന് മുന്നേ അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. ഇത് ബോഡി വൈസിൻ്റെ ആണ് കേട്ടോ. ബോഡി വൈസിൻ്റെ 20% യൂറിയ ഫുഡ് റോൾ ഓൺ ആണ്. ടു റിപ്പയർ ക്രാക്ക്ഡ് ഹീൽ, അതേപോലെ തന്നെ ഹൈഡ്രേറ്റ് ആൻഡ് സോഫ്റ്റ് ആൻഡ് റഫ് ഫീറ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതേപോലെ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിത് ചെയ്തിട്ട് 2 ദിവസത്തേക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതല്ല, കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ല മാറ്റം ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് റെഗുലറായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു റിസൾട്ട് കൺസിസ്റ്റൻ്റ് ആയി നിൽക്കുന്നതായിരിക്കും. ഇത് ഞാൻ എപ്പോഴും കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മളെ ലവ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഓർഗാനിക് ഫുഡ് ക്രീമാണ്. ഇതും ക്രാക്ക്ഡ് ഹീലിനും അതേപോലെ തന്നെ ഡ്രൈ റഫ് ഹീൽസിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ കാലൊക്കെ കഴുകിയതിന് ശേഷം ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 5 മിനിറ്റ് അങ്ങനെ വെച്ചതിന് ശേഷം എവിടെ തട്ടാണ്ടൊക്കെ വെച്ചിട്ടേ പിന്നെ കിടക്കാൻ നേരത്തെ നമുക്കൊരു എന്താ പറയുക സോക്സൊക്കെ ഇട്ടിട്ട് കിടന്നുറങ്ങുകയാണെങ്കിൽ നല്ല റിസൾട്ട് ആയിരിക്കും കേട്ടോ. ഇതേപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇന്ന് കാണിക്കുന്ന എല്ലാ പ്രൊഡക്റ്റിൻ്റെയും ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഞാനിതൊക്കെ മേടിച്ചിട്ടുള്ളത് ആമസോണിൽ നിന്നാണ് കേട്ടോ. ആമസോണിൽ ഈ ഒരു മെയ് 30 സ്റ്റാർട്ട് ചെയ്തിട്ട് ജൂൺ മാസം 4 വരെ വാർഡ്രോബ് റീഫർ സെയിലാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക ഈ ഫാഷനായിട്ടുള്ള ബ്രാൻഡ്സിലൊക്കെ നമുക്ക് ഒരു 50 മുതൽ 80% വരെ മിനിമം ഓഫ് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും മേടിക്കണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ. അപ്പം ഇതും ഇതേപോലെ ഫുൾ കാലിൽ നമ്മൾ അപ്ലൈ ചെയ്യാം കേട്ടോ. നമുക്കത് മേലെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. നമ്മളിവിടെ മാത്രം അപ്ലൈ ചെയ്യാണ്ട് ഉപ്പൂറ്റിയിൽ മാത്രമല്ല നമ്മുടെ ആ ഒരു കാൽപാദത്തിലല്ലേ ഏത് ക്രീമാണെങ്കിലും മൊത്തത്തിൽ അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ അതിന് കുറച്ചും കൂടി ഒരു സ്മെല്ലാണ് കേട്ടോ. എന്താ പറയുക ഈ ഒരു പുൽത്തൈല അങ്ങനെ ഒരു സ്മെല്ലില്ല. മറ്റേതൊന്നും നമുക്ക് ആദ്യം കാണിച്ച പ്രൊഡക്റ്റൊന്നും അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തല്ല. പക്ഷേ ഇതിന് ഒരു വേറെ ഒരു ടൈപ്പ് തന്നെ ആ ഒരു സ്മെല്ലാണ് കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെടുന്ന നല്ല രസമുള്ളൊരു സംഭവമാണ്. അതിൻ്റെ റേറ്റൊക്കെ ഇതിനൊക്കെ ഭയങ്കര റേറ്റ് കാണിക്കുന്നുണ്ട്. എന്താ 449 രൂപയ്ക്ക് കാണിക്കുന്നുണ്ട്. പക്ഷേ ഓഫറിന് മേടിക്കുന്ന സമയത്ത് നമുക്ക് 300 രൂപ കിട്ടും കേട്ടോ. ഏതാണെങ്കിലും പിന്നെ അടുത്ത് വന്നിട്ട് ഈ ഒരു വിഷ് കെയറിൻ്റെ സൺസ്ക്രീൻ ബോഡി ലോഷനാണ്. ഇതെന്താ വെച്ചാൽ ഇത് ഫുഡ് കെയറിനുള്ള സംഭവമല്ല. പക്ഷേ നമ്മൾ വെയിൽ കൊണ്ടിട്ട് കുറേ പേർക്ക് എന്ത് ചെയ്യും നമ്മൾ എൻ്റെയൊക്കെ പെട്ടെന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുണ്ട്, പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, പെട്ടെന്ന് എനിക്ക് ടാനൊക്കെ വരുന്നത് കാലിലാണ് വേഗം അറിയാൻ വേണ്ടി പറ്റുക. അപ്പോൾ നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് ഇതേപോലെ ഒരു സൺസ്ക്രീൻ ഈ ഒരു സണ്ണുമായിട്ട് ആ ഒരു കോണ്ടാക്റ്റ് വരും ഡയറക്റ്റ് വരുന്ന സമയത്ത് അങ്ങനെ പെട്ടെന്ന് നമുക്ക് ടാൻ ആവുന്നു. അപ്പോൾ ആ ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ പെട്ടെന്ന് കാലിങ്ങനെ ഇരുണ്ട് പോകുന്നതൊക്കെ ആണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് വിഷ് കെയറിന് ഞാൻ പറഞ്ഞില്ലേ, വിഷ് കെയറിൻ്റെ സൺസ്ക്രീൻ ബോഡി ലോഷനാണ്. ബ്രോഡ് സ്പെക്ട്രം അതേപോലെ തന്നെ UVA UVB പ്രൊട്ടക്ഷൻ നമുക്ക് തരുന്നതായിരിക്കും. ഇതിൽ നാസിനമൈഡ് അതേപോലെ തന്നെ സെറമൈഡ്സ്, ക്യാരറ്റ് സീഡ്, റാസ്ബെറി ഒക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ SPF 50 ഉണ്ട്. പിന്നെ PA+++ ഫോർ എവറി സൺ പ്രൊട്ടക്ഷൻ എഴുതിയിട്ടുള്ളത് 200 ml ഒരു ബോട്ടിലാണ് വരുന്നത് കേട്ടോ. നോൺ കോമഡജനിക് അതേപോലെ തന്നെ മോയ്സ്ചറൈസേഴ്സ് അങ്ങനെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഗ്ലിസറിൻ, ഓട്സ്, ഹൈലറോണിക് ആസിഡും കാര്യങ്ങളൊക്കെയാണ് ഇതിലെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത്. ഇത് നമ്മൾ ഉപ്പൂറ്റിയിലൊന്നും അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ആ ഒരു കാലിൻ്റെ പുറം വശങ്ങളില്ലേ, പുറം വശത്തും ഇനിയിപ്പോൾ നമുക്ക് കാലിലൊക്കെ ആണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. സൺസ്ക്രീൻ നമുക്ക് ഇപ്പോൾ ചിലർ മിഡിയൊക്കെ ഇടുന്നതാണെങ്കിൽ നമ്മളെ കാലൊക്കെ അങ്ങോട്ട് മേലേക്കാവും. മിക്കവാറും എൻ്റെ ഈ കാലിൻ്റെ ആ ഒരു പാദമല്ലേ അതാണ് ഭയങ്കരമായിട്ട് ടാൻ ആവാറുള്ളത് കേട്ടോ. അപ്പോൾ അതങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് യൂസ് ചെയ്യുകയാണെങ്കിൽ. പിന്നെ അടുത്ത് വന്നിട്ട് ഇതൊരു ഫുഡ് ക്രീം തന്നെയാണ്. ഇത് കെമിസ്ട്രി പ്ലാന്റ് വിത്ത് എസെൻഷ്യൽ സെറാമൈഡ്സ് വരുന്ന 10% യൂറിയ അതേപോലെ തന്നെ
നാച്ചുറൽ AHAs ഷിയ ബട്ടർ അമിനോ ആസിഡ് കോംപ്ലക്സ് ഒക്കെ വരുന്ന ഒരു ഡ്രൈ ക്രാക്ഡ് ഹീൽസ് ഫുഡ് ക്രീമാണ്. എന്താണ് അൾട്രാ ഹൈഡ്രേറ്റിംഗ് ഫുഡ് ക്രീം ദാറ്റ് സ്മൂത്ത് ആൻഡ് റഫ് സ്കിൻ, അതേപോലെ തന്നെ മോയ്സ്ചറൈസർ ഡ്രൈ സ്കിൻ ആൻഡ് ഹീൽസ് ക്രാക്സ്. നമ്മുടെ ഈ ക്രാക്സ് ഒക്കെ കുറയ്ക്കാനായിട്ടും സ്കിന്നിനെ ഡ്രൈ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യാനായിട്ടും റഫ് സ്കിന്ന് സ്മൂത്ത് ആക്കാനൊക്കെ ആയിട്ടാണ് നമ്മുടെ ഈ ഒരു ക്രീമും യൂസ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ കാലൊക്കെ കഴുകുന്നതിന് ശേഷം ഫുൾ നമ്മുടെ ഈ ഒരു കാലിൻ്റെ സൈഡിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. എന്തായാലും ഇതൊക്കെ നമ്മുടെ കാലിൻ്റെ ഉപ്പൂറ്റി വിണ്ടുകൾ കുറയ്ക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. മേടിക്കണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ചെക്ക് ചെയ്ത് നോക്കൂ. ബൈ.